ഇന്നും വന്നിരിക്കുന്ന കുറച്ച് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയോ അപ്പോൾ തന്നെ വാച്ച് ചെയ്യാനും പറ്റുകയുള്ളൂ. ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഒരു കാലിയായ ടൂത്ത് പേസ്റ്റ് കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലെ ടൂത്ത് പേസ്റ്റൊക്കെ ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് നമ്മൾ ഇല്ലയെന്ന് വിചാരിച്ചാലും അത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് പേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. അത് എവിടെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ടൂത്ത് പേസ്റ്റ് കവറ് കഴുകിയെടുത്തു. എന്നിട്ട് അത് കുറച്ച് ഭാഗം വെട്ടിയെടുത്തിട്ട് അത് പിന്നീട് വീണ്ടും വെട്ടിയെടുക്കുന്നുണ്ട്. അത് ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 2 കുപ്പിയുടെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 മെഴുകുതിരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വെട്ടിയെടുത്ത ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ഒരു ക്യാൻഡിലെടുത്തിട്ട് അതിൽ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടൂത്ത് പേസ്റ്റിൻ്റെ കവർ തന്നെ എടുക്കാൻ നോക്കണം. ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ആ ക്യാൻഡിലിൽ കവർ ചെയ്ത് കൊടുത്തിട്ട് ഒരു ടേപ്പ് വെച്ച് അത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒട്ടിയിരിക്കാനായിട്ട് നമുക്ക് ഗ്ലൂ വേണം ഉപയോഗിക്കാം, അല്ലെങ്കിൽ നൂല് വെച്ച് ആണെങ്കിലും ടൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ടേപ്പാണ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നത്. ടൂത്ത് പേസ്റ്റ് കവർ ക്യാൻഡിൽ കവർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ കുപ്പിയുടെ അടപ്പയിൽ ആ ക്യാൻഡിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്യാൻഡിൽ കത്തിക്കുന്നുണ്ട്. 2 ക്യാൻഡിലും കത്തിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ടൂത്ത് പേസ്റ്റ് കവർ കൊണ്ട് കവർ ചെയ്ത ക്യാൻഡിൽ കത്തിത്തീരുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. അതേസമയം അത് നമ്മൾ കവർ ചെയ്യാത്ത ക്യാൻഡിലാണെങ്കിൽ പെട്ടെന്ന് കത്തിത്തീരുകയും ചെയ്യും. അതുമല്ല, അത് കത്തിത്തീരുന്ന സമയത്ത് അത് ഒലിച്ച് താഴോട്ട് പോവുകയും ചെയ്യും. ഈ ടൂത്ത് പേസ്റ്റ് കവർ കൊണ്ട് കവർ ചെയ്ത ക്യാൻഡിലാണെങ്കിൽ അതിന് അങ്ങനെ പതുക്കെ ആയിരിക്കും കത്തിത്തീരുന്നത്. അതുപോലെ അതിൽ നിന്ന് ഒലിച്ചിങ്ങനെ താഴോട്ട് ക്യാൻഡിൽ മെൽറ്റ് ചെയ്ത് താഴോട്ട് വീഴത്തുമില്ല. ഈ ടിപ്പ് വളരെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ കറണ്ടൊക്കെ പോകുന്ന സമയത്ത് ക്യാൻഡിൽ കത്തിച്ച് വെക്കാറുണ്ട്. ആ സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് കാണാം വളരെ സ്ലോ ആയിട്ടേ ക്യാൻഡിൽ കത്തിത്തീരുകയുള്ളൂ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, ഞാൻ കുറച്ച് ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ആ ക്ലിപ്പ് ഞാൻ തുണിയെ കുത്തുന്നതിന് പകരം ഞാൻ കയ്യിലാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മൈഗ്രെയിന്, ചിലപ്പോൾ ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ദേഹത്ത് വേദന, അങ്ങനെയൊക്കെയുള്ള ബോഡി പെയിനൊക്കെ ഉണ്ടാവും. ആ സമയത്തൊക്കെ കുറച്ച് നമുക്ക് റിലീഫ് കിട്ടും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. മൂന്നാമത്തെ ടിപ്പ്, അപ്പോൾ ഞാനൊരു ഉപയോഗിക്കാത്ത പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് ചൂടാക്കുന്നുണ്ട്. ആ വെള്ളത്തിലൊന്ന് ബബിളൊക്കെ വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഹാർപ്പിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഗ്യാസ് ഓഫാക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കൊരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നു. നമുക്കിത് ഗ്യാസ് ബർണറൊക്കെ ക്ലീനാക്കാൻ, അതുപോലെ കിച്ചൺ സിങ്ക് ക്ലീനാക്കാൻ, അതുപോലെ ബാത്റൂമിലെ വാഷ് ബേസിനൊക്കെ ക്ലീനാക്കാനും ഒക്കെ നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് ക്ലീനിങ് പർപ്പസിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഇത് ചെറിയ ചൂടുണ്ട്. ആ ചൂടോടുകൂടി കൊണ്ട് ഞാൻ ക്ലോസറ്റിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഞാൻ മുമ്പേ ക്യാൻഡിൽ ചുറ്റാനായിട്ട് ടൂത്ത് പേസ്റ്റ് കവർ എടുത്തിരുന്നു. അത് കാലിയാണേത്തിനെയും അതിനകത്ത് ടൂത്ത് പേസ്റ്റ് ഉണ്ട്. നമ്മൾ അത് കഴുകി ഇതിനകത്തോട്ടാണ് ഹാർപ്പിക്കിൻ്റെ ഈ വെള്ളത്തിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം ടൂത്ത് പേസ്റ്റ് ക്ലീനിങ്ങിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്, നല്ല ഷൈനിങ് തരുന്ന ഒന്നാണെന്നറിയാം. അപ്പോൾ ഞാനത് വെറുതെ എന്തിനാണ് കളയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനത് കഴുകി ഒഴിക്കുന്നുണ്ട്. ടൂത്ത് പേസ്റ്റും ഞാനപ്പോൾ അതിനകത്ത് കഴുകി ഒഴിച്ചു. അപ്പോൾ ആ ടൂത്ത് പേസ്റ്റ് അങ്ങനെ ഒഴിക്കണമെന്നില്ല,
പക്ഷേ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷനാണ്. നല്ല ക്ലീനിങ്ങിന് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷനാണ്. ഈ സൊല്യൂഷൻ നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ക്ലോസറ്റ് കഴുകാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്യാസ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അപ്പം ഡീപ്പ് ക്ലീനിങ് ഇടയ്ക്കുള്ള ആ ഡീപ്പ് ക്ലീനിങ് ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് 2 ആഴ്ച കൂടുമ്പോഴുള്ള ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു ആവശ്യമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലോസറ്റ് ആണെങ്കിലും എപ്പോഴും ഒരു ഫ്രഷായിട്ട് നല്ല ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും. വളരെ നമുക്ക് അധികം ആയാസമില്ലാതെ തന്നെ നമ്മുടെ ടോയ്ലറ്റൊക്കെ നല്ല നീറ്റായിട്ട് കൊണ്ടുപോകാനും പറ്റും. നമുക്കറിയാം രാത്രിയിൽ കഴിഞ്ഞ് രാവിലെ വന്ന് നോക്കുമ്പോൾ ക്ലോസറ്റ് ചിലപ്പോൾ സമയത്ത് ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്മെല്ലൊന്നും ഇല്ലാകാനായിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും. ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലോസറ്റ് ഉരച്ച് കഴുകാതെ തന്നെ എപ്പോഴും ക്ലീനായിട്ട് തന്നെ ഇരിക്കും. എല്ലാവർക്കും പ്രയോജനപ്രദമായ ടിപ്സ് ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും. അതുപോലെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും അപ്പോൾ തന്നെ വാച്ച് ചെയ്യാനും പറ്റുകയുള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.